മദ്യം പോലെ തന്നെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെ ഹാനികരമാണോ? ഡെഫിനറ്റ്ലി കാർബണേറ്റഡ്സ് നമ്മളിപ്പോൾ കഴിക്കുന്ന ഈ പെപ്സി, കോക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതെല്ലാം ഷുഗറി ആസ് വെൽ ആസ് കാർബണേറ്റഡ് രണ്ടും ആക്ച്വലി ഹെൽത്തിന് നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലംസിൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡ്രിങ്ക്സ് കഴിക്കുന്ന കൊണ്ടാണ്. ഇപ്പോൾ ബേസിക്കലി റിഫ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. യു ആർ ഇൻജസ്റ്റിങ് കാർബൺ ഡയോക്സൈഡ്, അതിൻ്റെ ടെൻഡൻസി മുകളിലേക്ക് തിരിച്ച് കയറി വരാൻ തന്നെയാണ്. അപ്പോൾ ആമാശയത്തിലേക്ക് പോകുന്ന ഒരു ഭക്ഷണം ഒരിക്കലും തിരിച്ച് അന്നനാളത്തിലേക്ക് കയറി വരാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ റിഫ്ലക്സിൻ്റെ ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുകയും വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് പോകെ പോകെ ഈവൻ ക്യാൻസർ പോലും ഡെവലപ്പ് ചെയ്യാൻ ഈ റിഫ്ലക്സ് കാരണം, ഇത് ആസിഡാണല്ലോ റിഫ്ലക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നീട് ക്യാൻസേഴ്സ് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്, വല്ലപ്പോഴും കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. വല്ലപ്പോഴും ഞാനും കുടിക്കാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡേ ടു ഡേ ലൈഫ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനം ആക്കരുത് ഇങ്ങനത്തെ സാധനം. വല്ലപ്പോഴും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ കഴിക്കുന്നു, അതൊന്നും തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ റൂട്ടീനായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കും. ഗ്യാസ് കയറുന്നു, അസിഡിറ്റി എന്നൊക്കെ പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുത്തിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നത് ക്യാൻസർ വരെ എത്തിച്ചതിന്റെ ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ ഒരു രോഗവും അല്ലെങ്കിൽ ഒരു അവസ്ഥയും നിസ്സാരമായി കാണരുത്. എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നേടുക, കൃത്യമായ ഡോക്ടേഴ്സിൻ്റെ ഉപദേശങ്ങൾ നേടുക, ഗൂഗിൾ ഡോക്ടറെ പരമാവധി ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ ടൈം ആൻഡ് ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. താങ്ക് യു.